കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത്. അസിഘട്ടിൽ നിന്ന് 3.5 കിലോമീറ്റേഴ്സാണ് അമ്പലത്തിലേക്ക് വരുന്നത്. അങ്ങ് ഒരു ഊബർ ഫെസിലിറ്റി ഇല്ല. സോ പകുതിക്ക് വെച്ച് നിങ്ങൾക്ക് റിക്ഷോസ് എടുക്കേണ്ടതായിട്ട് വരും. റിക്ഷോസിനാണെങ്കിലും ഓട്ടോയിലാണെങ്കിലും നിങ്ങൾ നല്ലോണം ബാർഗെയിൻ ചെയ്യുക. ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു, ഓഫ് സീസൺ ആയിട്ട് കൂടി. ചില ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ വീഡിയോയിൽ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, വെളുപ്പിനെ അതേപോലെ തന്നെ വൈകിട്ട് ആർത്തി നടക്കുന്ന സമയത്തൊക്കെ തിരക്ക് കുറവായിരിക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദാറ്റ്സ് എ റോങ് ഇൻഫർമേഷൻ. ഞങ്ങളിതാ ഇവിടെ നിന്ന് സുഖം ദർശൻ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. പെർ ഹെഡ് 300 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് ആവുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ആ ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ലോക്കർ ഫെസിലിറ്റി ഫ്രീ ആണ്. അതേപോലെ ഗേറ്റ് 4 വഴിയായിരിക്കും നിങ്ങളുടെ എൻട്രി വരുന്നത്. കാശ്മീർ കാർഡിൽ വൈകിട്ട് ആർത്തി നടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതാണ് ഗേറ്റ് 1. ഇതിന് മുകളിലൊക്കെ നിന്ന് നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. അമ്പലത്തിന് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗേറ്റ് 1 വഴി വരാനായിട്ട് നോക്കുക. ഈ ആൾക്കാർ കയറി പോകുന്നതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഫ്രീ ലോക്കേഴ്സ് അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇരിക്കണം പിള്ളേരുടെ ഫോണിൽ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്താണ് നിങ്ങളെ കണ്ടത്. 1 വഴി കയറി വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അവിടെ ഒരു ഭാരത് മാതയുടെ അമ്പലമൊക്കെ ഉണ്ട്. സുഗം ദർശൻ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ഒരു തവണയെങ്കിലും കയറി തൊഴണം. കാരണം അന്നേരം മാത്രമേ നിങ്ങൾക്ക് മര്യാദയ്ക്ക് തൊഴാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നടക്കൂല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത്. ഗേറ്റ് 1 വഴി കയറി വരുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനൊരു വഴിയുണ്ട്. അതുവഴി കയറി വരുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത്. ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മണികർണിക ഘാട്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ പോയി ശവമൊക്കെ കത്തിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും.